വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു, അവർ കലാപം നടത്തുന്നു, തീ വെക്കുന്നു, വണ്ടിക്ക് കല്ലെറിയുന്നു. വലിയ പ്രശ്നമായിട്ട് ഢാക്ക യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തേക്ക് 4 പ്ലാറ്റൂൺ ബോർഡർ ഗാർഡ് ഓഫ് ബംഗ്ലാദേശ്, പോലീസിനെയല്ല, ബോർഡർ ഗാർഡ് ഓഫ് ബംഗ്ലാദേശിനെ വിന്യസിച്ചു. അതായത് നമ്മുടെ BSF പോലെ അതിർത്തി സംരക്ഷിക്കുന്ന അർദ്ധ സൈനിക വിഭാഗമാണ് BGP വിന്യസിച്ചു എന്നാണ് ഈ അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സമാനമായ കാര്യങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്ന എന്നറിയോ, കോളേജുകളിൽ സംവരണം കൊടുക്കുന്നത് അവസാനിപ്പിക്കണം. അന്ന് ഹസീനയ്ക്കെതിരെ സമരം നടത്തിയപ്പോഴും കോട്ട സമ്പ്രദായം അവസാനിപ്പിക്കണം എന്നായിരുന്നു ആവശ്യം. കോട്ട സമ്പ്രദായം ശരിക്കും അന്നത്തെ കോട്ട എന്ന് പറയുന്നത് 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധം നടന്നല്ലോ. മുക്തി ബാഹിനിയുടെ നേതൃത്വത്തിൽ, മുജീബ് റഹ്മാൻ്റെ നേതൃത്വത്തിൽ, ഹസീനയുടെ പിതാവിൻ്റെ കാലത്ത് നടന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള സമരം. ആ സമരത്തിൽ പങ്കെടുത്തവർക്ക്, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസത്തിനും സർക്കാർ സർവീസുകളിലേക്കും സംവരണം കൊടുക്കുന്ന ഒരു പദ്ധതി ബംഗ്ലാദേശിലുണ്ടായിരുന്നു, ദീർഘകാലം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് ഷെയ്ഖ് ഹസീന റദ്ദാക്കിയത് പുനഃസ്ഥാപിക്കാൻ കോടതി പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.